നമസ്കരിക്കണമെന്ന് പറഞ്ഞ ഇസ്ലാം അവിടുന്ന് നബിതങ്ങളുടെ ജീവിതകാലത്ത് പഠിപ്പിച്ചൊന്ന് എങ്ങനെ നിസ്കരിക്കണം. പുരുഷന്മാർ ജമാഅത്തായി നമസ്കരിക്കണം. അതിനാണ് എല്ലാ ദിവസവും 5 വക്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്ത് ഹയ്യാല സ്വല വിളിക്കുന്നത്. പള്ളിയിൽ വന്ന് പുരുഷന്മാർ ജമാഅത്തായി നിസ്കരിക്കണം. എല്ലാ ആഴ്ചയിലും ഒരു വെള്ളിയാഴ്ച എല്ലാവരും ജമാഅത്തായി വന്നിരിക്കണം. എല്ലാ വർഷത്തിലും 2 പെരുന്നാളിന് ഒരുമിച്ചിരിക്കണം. എല്ലാ അറഫ ദിനത്തിലും ലോക മുസ്ലിമീങ്ങൾ ഒന്നിച്ചാവണം. അറഫ ദിനത്തിനെ കുറിച്ച് ജമാഅത്തിന്റെ ഫദ്ലാണ് പഠിപ്പിക്കുന്നത്. മഹാനായ സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ കിതാബിൽ പറയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു നമസ്കാരത്തിലും ഒരു ജമാഅത്ത് വേണമെന്ന് പറഞ്ഞത്. ഫഇന്നഹാ മസാലിഹൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളുടെ ഒരുപാട് പൊതു നന്മക്കുള്ള ചാൻസ് ആണ്. 5 നേരം പള്ളിയിൽ, നമ്മൾ ടൗൺ പള്ളികൾ പോലെയല്ല, പല നാടുകളിലൊക്കെ ആളുകൾ എല്ലാവരും പള്ളിയിൽ വന്നിരിക്കുമ്പോഴാണ് പലരെയും കാണാൻ കഴിയുന്നത്, പലരുടെയും പ്രയാസങ്ങളെ അറിയാൻ കഴിയുന്നത്, പലരും നാട്ടിലില്ല എന്ന് മനസ്സിലാക്കുന്നത് അവർ പള്ളിയിൽ വരാതെ ആകുമ്പോഴാണ്. മസാലിഹൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ തമ്മിലുള്ള ഒരുപാട് പൊതു നന്മകൾ അതിലുണ്ട്. വയഹ്സാനിൻ വഅത്ഫിൻ വരിആയത്തിൻ, അവർ തമ്മിലുള്ള നന്മ ചെയ്യുന്നതും സ്നേഹം അധികരിക്കുന്നതും പരസ്പരം കുശലാന്വേഷണങ്ങൾ നടത്തുന്നതും ഒക്കെ ആ ജമാഅത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ ഒരാള് ഒരു ദിവസം തീർത്തും പള്ളിയിൽ വരാതെ അയാൾ നമ്മൾ അന്വേഷിക്കണം, അയാൾ എന്തുകൊണ്ട് വരുന്നില്ല. 2 ദിവസമായി ഒരാളെ പള്ളിയിൽ ജമാഅത്തിന് കാണാനില്ലെങ്കിൽ നമ്മൾ അയാളെ വീടന്വേഷിച്ച് പോകേണ്ടതുണ്ട്. ചരിത്രത്തിൽ ഹദീസിലൊക്കെ അത് കാണാൻ സാധിക്കും. വഇയാദത്തുൽ മരീദ്, സ്ഥിരമായി വരുന്ന ഒരാൾ വരാതെയായ അയൽവാസിനോട് ചോദിച്ചു, അയാളെ കാണുന്നില്ലല്ലോ, അയാൾ രോഗിയാണ്, അപ്പോൾ ആ രോഗിനെ സന്ദർശിക്കണം. ചില ആളുകളെ കാണാതെയായി അവർ ചോദിക്കുമ്പോൾ അവരുടെ കുടുംബത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട്, മരണപ്പെട്ടവർക്ക് ആശ്വാസത്തിന്റെ വാക്കുകൾ കൊടുക്കണം. ഇന്ന ആൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഇന്ന പ്രയാസങ്ങളുണ്ട് എന്ന് ജമാഅത്തിന് വരുന്ന കുടുംബങ്ങളെ കുറിച്ച് അറിയുമ്പോൾ അവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവണം. ചില ഉലമാക്കന്മാരൊക്കെ പറയണം, മുസ്ലിമീങ്ങളുടെ ശക്തി തന്നെ ജമാഅത്താണ്. അവരുടെ ജമാഅത്ത് നമസ്കാരത്തിന്റെ ശക്തി, അവരിങ്ങനെ വന്ന് ഒത്തൊരുമിച്ച് ഇടക്കിടക്ക് അവരിങ്ങനെ സ്ട്രോങ് തെളിയിക്കുക. അതാരോടും ഫൈറ്റ് ചെയ്യാനൊന്നുമല്ല, നമ്മളുടെ ഒരു ഐക്യത്തെ ഊട്ടി ഉറപ്പിക്കാനാണ്. വമിൻ ഫവായിദിഹി, അതിനെ പുറമെ ഒരാളുടെ ജമാഅത്ത് നമസ്കാരത്തിന് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. തഅലീമുൽ ജാഹിലി, വിവരമില്ലാത്ത ഒരാൾക്ക് പള്ളിയിലെ ഇബാദത്ത് എങ്ങനെയെന്ന് പഠിക്കാൻ പറ്റും. അയാൾ 5 നേരം പള്ളിയിൽ വരുമ്പോഴാണ് എങ്ങനെയാണ് സ്വഫ് നിൽക്കേണ്ടത്. അയാൾ നിസ്കാരം കഴിഞ്ഞിട്ട് എന്താ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിരുന്നത്, അയാൾ നമസ്കാരത്തിന് മുമ്പിൽ എന്തിനാ മറവെച്ചിരുന്നത്, അറിയാത്തവൻക്ക് പഠിക്കാനുള്ള ചാൻസ് ആണ് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുമ്പോൾ. ഒറ്റക്ക് നമസ്കരിക്കുന്നതിന്റെ 27 ഇരട്ടി പ്രതിഫലമാണ്. മറ്റുള്ളവരൊക്കെ സൽക്കർമ്മം ചെയ്യുമ്പോൾ മടിച്ചു നിൽക്കുന്നവർക്ക് സൽക്കർമ്മം ചെയ്യാനുള്ള ആവേശമാണ് ജമാഅത്ത് നമസ്കാരം. സ്വലാത്തുൽ ജമാഅത്തി, ജമാഅത്ത് നമസ്കാരം തുഫ്ളുലു സലാത്തുൽ ഫദ്ദി ബി 27 ദറജ, 27 ഇരട്ടി പ്രതിഫലമാണ് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ. നമുക്ക് 27 വേണ്ടെന്ന് സ്ഥിരം തീരുമാനിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. എങ്ങനെങ്കിലും ഇവിടെ എത്തിപ്പെടാൻ പറ്റുമോ? ഞാൻ പ്രത്യേകിച്ചും പറയാണ്, ഇതിന്റെയൊക്കെ തൊട്ടടുത്തുള്ള കടകളും സ്ഥാപനങ്ങളൊക്കെ ബാങ്ക് ഏറ്റവും ആദ്യം കേൾക്കുന്നവരും ഏറ്റവും ഓടിയെത്താൻ സൗകര്യമുള്ളവരുമായ ഓരോ കച്ചവടക്കാരും വീട്ടുകാരും ഒക്കെ ശ്രദ്ധിക്കുക. 27 ഇരട്ടി നന്മ വേണ്ടെന്ന് വെക്കാൻ നമുക്ക് എന്ത് അധികാരം? മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ പറയാണ്, 27 ഇരട്ടി അവസാനത്തെ തഹയ്യാത്തിൽ വന്ന് സലാം വീട്ടുമെന്ന് നിസ്കരിച്ചോൻക്കല്ല, 27 ഗുണങ്ങൾ പാലിച്ചോൻക്കാണ്. എന്ത് 27 ഗുണം? വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കണം, നടന്നുകൊണ്ട് വരണം, ശാന്തത കാണിക്കണം, ഉളു എടുക്കണം, ഉളുവിന്റെ പ്രാർത്ഥന ഇങ്ങനെ എണ്ണി ചില ഗുണങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഒരു 5 നേരം ജമാഅത്ത് നമസ്കരിച്ചു നോക്കി നമ്മളൊരു പുതിയ മനുഷ്യനാകും, ഒരു വേറിട്ട വ്യക്തിയായി മാറും. അതുകൊണ്ടാണ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ അതിന് 27 ഗുണങ്ങൾ അദ്ദേഹം അത് വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് കിതാബുകളിൽ ഉലമാക്കന്മാർ പറഞ്ഞു, സ്വലാത്തുൽ ജമാഅത്തി ഫർളുൻ, ജമാഅത്ത് നമസ്കാരം ഫർളാണ്. അലരിജാലി, പുരുഷന്മാർക്ക്. എങ്ങനെ? ബിൽ ഹളിരി വസ്സഫരി, നാട്ടിലായാലും യാത്രയിലായാലും. പോകുമ്പോൾ അയാൾ ജമാഅത്ത് നിസ്കരിക്കണം. യാത്രയിലാണോ 3 ആളുണ്ടോ, ഒരു ജമാഅത്ത് നിസ്കരിക്കണം. യാത്രയല്ലാത്ത നാട്ടിലുള്ളവനാണോ, അവൻ ജമാഅത്തെ നമസ്കരിക്കണം. യുദ്ധം നടക്കുന്ന രംഗത്ത് അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി, നബിയെ നിങ്ങൾ യുദ്ധരംഗത്താണെങ്കിൽ സംഘമായി നിങ്ങൾ അവിടെ നമസ്കരിക്കണം. അതിന്റെ വിവിധ രൂപങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. യുദ്ധം നടക്കുമ്പോൾ വരെ ജമാഅത്ത് നിസ്കരിക്കാം. കണ്ണ് കാണാത്ത സ്വഹാബി വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് നിസ്കരിക്കട്ടെ നബിയെ എന്ന് ചോദിച്ചപ്പോ, ഫഅജിബ്, ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ താങ്കൾ പള്ളിയിലെ ജമാഅത്തിന് വരണം. ഞാൻ ചോദിക്കട്ടെ, ജമാഅത്ത് നമസ്കാരത്തിന് ഏറ്റവും പ്രയാസമുള്ളവൻ ആരാണ്? ഇന്ന അഥഖല സ്വലാത്തി അലൽ മുനാഫിഖീൻ സ്വലാത്തുൽ ഇശാഇ വസ്വലാത്തുൽ ഫജ്രി
ഫജ്ർ നമസ്കാരവും ഇശാ നമസ്കാരവും അതിന്റെ ജമാഅത്ത്. ഏറ്റവും ഭാരമുള്ളവർ മുനാഫിഖീങ്ങളായിരുന്നു. ഇവിടെ ആരെങ്കിലും ദിവസം വരാൻ വൈകിയതിന്റെ പേരിൽ അവനെ മുനാഫിഖെന്ന് പോയി വിളിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കോമൺ ആയി അവർ മദീനയിൽ ഏറ്റവും അധികം ശല്യം ഉണ്ടാക്കിയിരുന്ന മുനാഫിഖീങ്ങളെ പറ്റി പറയണം. അവർക്കാണ് ഭയങ്കര മടി ജമാഅത്ത് നമസ്കാരത്തിന് വരാൻ. മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലുള്ള സ്വഹാബത്ത് പറയാണ്, ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ പള്ളിയിൽ നമസ്കരിക്കാൻ ജമാഅത്തിന് വരാത്തവൻ ഇല്ലാ മുനാഫിഖുൻ മഅലൂമൻ നിഫാഖി, വ്യക്തമായ മുനാഫിഖല്ലാത്ത സകല മുഅ്മിനീങ്ങളും ജമാഅത്തിന് വരുമായിരുന്നു. എത്ര വലിയ തെളിവാണ് പറഞ്ഞിരിക്കുന്നത്. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാളുടെ കുഫ്ർ, ഒരാളുടെ നിഫാഖ് തെളിയിക്കും. മൻ സമിഅ മുനാദില്ലാ, അള്ളാന്റെ വിളിയാളം ഒരാൾ കേൾക്കുന്നു. യുനാദിം ബിസ്സലാ, നിസ്കാരത്തിന് വിളിക്കപ്പെടുകയാണ്. യദ്ഉ ഇലൽ ഫലാ, അള്ളാന്റെ വിജയത്തിലേക്ക് വിളിക്കപ്പെടുകയാണ്. വലാ യുജീബുഹു, എന്നിട്ട് അതിന് ഉത്തരം ചെയ്യാത്തവൻ, കുഫറിന്റെയും നിഫാഖിന്റെയും അടയാളങ്ങളുണ്ട്. വ്യക്തമായിട്ട് നമ്മളെ തലയിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചോ. നമുക്ക് എന്തു ന്യായം പറയാനുണ്ട്? യദുല്ലാഹി അലൽ ജമാഅത്തി, അള്ളാഹുവിന്റെ സഹായം ജമാഅത്തിനാണ് കിട്ടുക. അള്ളാഹുവിന്റെ കൈകൾ ജമാഅത്തിന്റെ കൂടെയാണ്. അള്ളാഹിന്റെ സഹായം ലഭിക്കുന്നത് ജമാഅത്തിനാണ്. ഫമൻ ശദ്ദ ഫിന്നാരി, ആ ജമാഅത്തിൽ നിന്ന് ആരെങ്കിലും ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നവൻ നരകത്തിലാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. അവർ ഒരു സമൂഹത്തിന്റെയും ഒരു സംഘത്തിന്റെയും കൂടെ നിൽക്കാൻ തയ്യാറല്ല. അവർ സത്യമാകുന്ന നന്മയുടേതായ ജമാഅത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് മാറി മാറി വേറിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ശുദ്ധ ഫിന്നാരി, അവർ നരകത്തിലേക്ക് ഒറ്റക്ക് വലിച്ചെറിയപ്പെടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ജമാഅത്ത് എന്നത് നമസ്കാരത്തിലും ഏതൊരു നന്മയിലും ബറക്കത്തായി നിശ്ചയിക്കപ്പെട്ടതാണ്. അതിന്റെ കൂടെ നമ്മൾ ഉണ്ടാവണം. നമ്മുടെ നമസ്കാരങ്ങളെല്ലാം ജമാഅത്തിന്റെ രൂപത്തിലേക്ക് മാറി. എവിടെയാണോ നമ്മൾ പോകുന്നത് അവിടുത്തെ ജമാഅത്ത് നമസ്കാരത്തിൽ നമ്മൾ ഉണ്ടാവണം. ജമാഅത്ത് നമസ്കാരത്തിൽ കാണാതായ വ്യക്തികളെ തേടി നമ്മൾ യാത്ര പോകണം, അന്വേഷിക്കണം അവർക്ക് എന്തു പറ്റി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇഖ്ലാസുള്ള നമസ്കാരങ്ങളെ അതിന്റെ ഏറ്റവും പൂർണ്ണ പ്രതിഫലത്തിന്റെ ഉടമകളാക്കി മാറ്റി അനുഗ്രഹിക്കുമാറാകട്ടെ.